ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാസംഗമത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ വന്ദന യാഗത്തിനിരിക്കുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് ജഗനും വന്നിരിക്കുകയാണ്. സുജാത യാഗത്തിൽ ഇരിക്കാതെ നിൽക്കുന്നത് കണ്ടിട്ട് നിത്യ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. നിത്യ ചോദിക്കുന്നുണ്ട്, അച്ഛനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല എന്നൊക്കെ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്നൊക്കെ പറയുന്നു. സുജാത യാഗത്തിനിരുന്നിട്ട് സ്വയം മനസ്സിൽ വിചാരിക്കുകയാണ്, രഘുവേട്ടനോട് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കൊരു ഉദ്ദേശമുണ്ട്, അത് സാധിക്കുന്നിടം വരെ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് യാഗത്തിന്റെ അവിടേക്ക് രഘുവും വരികയാണ്. രഘുവും വന്ന് യാഗത്തിന് പങ്കെടുക്കുകയാണ്. സുജാത രഘുവിനെ കാണുന്നുണ്ട്. സുജാത മുഖം മറച്ചിരിക്കുന്നുണ്ട്. മനോജിന് പൈസ കൊടുത്ത ആളും ഗുണ്ടകളും അവിടേക്ക് വരുന്നത് മനോജും കാണുന്നുണ്ട്. മനോജ് അപ്പോൾ കുറച്ച് മറിഞ്ഞിരിക്കുന്നുണ്ട്. നിത്യ ജ്യോതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കുട്ടികൾ എവിടെയെന്ന് ചോദിക്കുന്നു. ജ്യോതി അപ്പോൾ വെളിയിൽ കളിക്കുന്നുണ്ടെന്ന് പറയുന്നു. ജ്യോതി കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം ജീവനും യാഗം നടക്കുന്നിടത്തേക്ക് വരുന്നുണ്ട്. ജീവൻ അകത്തേക്ക് നോക്കിയിട്ട് അവിടെ ആരൊക്കെയുണ്ടെന്നൊക്കെ നോക്കുകയാണ്. സുജാത ജീവനെ കാണുന്നുണ്ട്. ജീവനെ കാണുമ്പോൾ സുജാത പേടിച്ചു പോകുന്നുണ്ട്. ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടെ ഓടി രക്ഷപ്പെട്ടു വന്നതാണ്, ഇവിടെയും നീ പരീക്ഷിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. നിത്യ കുട്ടികളുടെ അടുത്ത് ചെന്ന് സംസാരിച്ചിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം വേറെ ആരോടൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. ജ്യോതിയാണെങ്കിൽ വെളിയിലേക്ക് വരുന്നുണ്ട്. ജ്യോതിയെ കാണുമ്പോൾ ജീവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ. ജ്യോതി അപ്പോൾ പറയുന്നുണ്ട്, അത് അമ്മയുടെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എന്നൊക്കെ. ഹരിയുടെ അമ്മാവനും അപ്പോൾ വെളിയിലേക്ക് വരുന്നുണ്ട്. ജീവനെ കാണുന്നുണ്ട്. മോനും ഇവിടെ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. ജീവൻ അപ്പോൾ പറയുന്നുണ്ട്, യാഗത്തിൽ പങ്കെടുത്താൽ നല്ലതാണെന്ന് അമ്മാവൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നു. ജീവൻ വീണ്ടും അവിടെയൊക്കെ തേടുകയാണ്. ആ സമയത്ത് ഹരി മുന്നിലേക്ക് വരുന്നുണ്ട്. ഹരി ചോദിക്കുന്നുണ്ട്, താനും ഇവിടെ വന്നോ എന്നൊക്കെ. എന്തായാലും എനിക്ക് ബോറടിക്കുന്നുണ്ട്, നമുക്ക് പോയി ഒരു ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് ജീവനെ വിളിക്കുന്നുണ്ട്. ജീവൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഹരിസാറിനോട് തൽക്കാലം അമ്മയുമായിട്ടുള്ള ബന്ധമൊന്നും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹരിസാറും അമ്മ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ എന്നോട് മറിക്കുമെന്നൊക്കെ വിചാരിക്കുകയാണ്. അതേ സമയത്ത് നിത്യ ദിയമോളെ മടിയിലിരുത്തി സംസാരിക്കുകയാണ്. ദിയമോൾ ചോദിക്കുന്നുണ്ട്, മഞ്ചാടിക്കുരു പോലെ ഇനിയും വേറെ കളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ, എനിക്ക് ജയിക്കണമെന്നൊക്കെ പറയാണ്. നിത്യ അപ്പോൾ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾ പറയുന്നുണ്ട്, നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാമെന്നൊക്കെ, നിത്യ നിങ്ങളെ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു. ശരവണൻ അപ്പോൾ അങ്ങോട്ട് കളിപ്പാട്ടവുമായിട്ട് വരുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം കളിപ്പാട്ടം കൊടുക്കുകയാണ്. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, കുട്ടികൾ പറയുന്നുണ്ട് അമ്പലം ചുറ്റി കാണണമെന്ന്, നമുക്കിവരെയും കൊണ്ട് പോയാലോ എന്ന് ചോദിക്കുന്നു. ശരവണൻ അപ്പോൾ പറയുന്നുണ്ട് പോകാമെന്ന്. ജീവനും ഹരിയും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരി അപ്പോൾ ജീവനോട് പറയുന്നുണ്ട്, തന്റെ ആത്മാർത്ഥത ഞാൻ സമ്മതിച്ചിരിക്കുന്നു, പ്രോഡക്റ്റ് കൊടുക്കാനുള്ള ആൾക്കാരെ തേടി ഇവിടെ വരെ വന്നല്ലോ എന്നൊക്കെ പറയുകയാണ്. ജീവൻ അപ്പോൾ അതിനൊന്നുമല്ലെന്നൊക്കെ പറയുന്നു. ചില സമയത്ത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറയുകയാണ്. ഹരി അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണമെന്നൊക്കെ. ജീവനും അപ്പോൾ പറയുന്നുണ്ട്, അത് ശരിയാണ്, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുണ്ടകൾ അവിടേക്ക് വരുന്നുണ്ട്. ഗുണ്ടകൾ ദിയമോളെ തിരിച്ചറിയുന്നുണ്ട്. ദിയമോളെ തട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം കല്യാണിയും ബഹളം വെക്കുന്നുണ്ട്. കുട്ടികളുടെ ബഹളം കേട്ടുകൊണ്ട് നിത്യയും ജ്യോതിയും ശരവണനും അവിടേക്ക് ഓടി വരുന്നുണ്ട്. ഹരിയും കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്